ഓരോ കുടുംബവും തിരുക്കുടുംബം പോലെയാകുന്നതിന് പിന്നിൽ ഒരപ്പൻ്റെയും അമ്മയുടെയും ത്യാഗങ്ങളും മൗന നൊമ്പരങ്ങളും വിയർപ്പു തുള്ളികളുമൊക്കെ ഉണ്ടാകും. കൊടും ദാരിദ്ര്യവും പട്ടിണിയും ഉണ്ടായപ്പോഴും മക്കളെ ഒന്നും അറിയിക്കാതെ അവർക്ക് വേണ്ടുന്നതെല്ലാം എത്ര കഷ്ടപ്പെട്ടും ചെയ്തു കൊടുത്തുകൊണ്ട് അനുദിന ജീവിതം തള്ളി നീക്കുന്ന ഒത്തിരി മാതാപിതാക്കന്മാരെ നാം കണ്ടുമുട്ടാറുണ്ട്. ഇവരെല്ലാം നസ്രത്തിലെ തിരുക്കുടുംബത്തിൻ്റെ പ്രതീകങ്ങളാണ്. നസ്രത്തിൽ ഒത്തിരി കുടുംബങ്ങളുണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഒരു കുടുംബത്തെ മാത്രം തിരുക്കുടുംബമെന്ന് വിശേഷിപ്പിക്കുന്നത്? കാരണം ആ അപ്പൻ്റെയും അമ്മയുടെയും ത്യാഗവും സമർപ്പണവും അത്രമേൽ വലുതായിരുന്നു. അവർ അനുഭവിച്ച യാതനകളോളം അധികമായി ഈ ലോകത്തിൽ ആരും തന്നെ അനുഭവിച്ചിട്ടില്ല. പരിശുദ്ധ കന്യകയും വിശുദ്ധ ഔസേപ്പിതാവും ഈ ക്രിസ്മസ് നാളുകളിൽ നമ്മുടെ മുൻപിൽ വലിയ മാതൃകകളായി നിലകൊള്ളുന്നു. സ്നേഹത്തിൻ്റെയും വിട്ടുകൊടുക്കലിൻ്റെയും മാതൃക, സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും മാതൃക, ദാരിദ്ര്യത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും മാതൃക. ഇവരുടെ വലിയ ജീവിത മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്തുവിനെ ഈ ലോകത്തിന് പകർന്നു കൊടുക്കുന്നവരാകുവാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കണമേ എന്ന് ഈ ക്രിസ്തുമസ് നാളുകളിൽ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം.